റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സൂറത്തുർ റഅദാണ് വായിച്ചത്. 27 ആയത്തുകൾ നമ്മൾ വായിക്കുകയും കുറേശ്ശെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി 28. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനു, സത്യവിശ്വാസികളായിട്ടുള്ളവർ. അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ സത്യനിഷേധികളെക്കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അവർ ദുർമാർഗത്തിലാണ് എന്നും അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ അള്ളാഹ് ദുർമാർഗത്തിലാക്കുന്നു, വഴികേടിലാക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹ് നേർമാർഗത്തിലാക്കുന്നു. അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് പക്ഷാതപിച്ച് മടങ്ങുന്ന ആളുകളെ അള്ളാഹു നേർമാർഗത്തിലാക്കുന്നു. അപ്പോൾ ആ പക്ഷാതപിച്ച് മടങ്ങുന്ന വിശ്വാസികളുടെ ഗുണമെടുത്തു പറയാണ്. അല്ലദീന ആമനു, എങ്ങനെയുള്ളവരാണ് ആ സത്യവിശ്വാസികൾ? വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ സമാധാനമടയും. തത്മഇന്നു, തുമഇനീനത്തിലായിത്തീരും. തുമഇനീനത്ത് അടക്കവും ഒതുക്കവും കിട്ടും. ഇപ്പോൾ നമ്മൾ നമസ്കാരമൊക്കെ പറയുമ്പോൾ എന്ത് വേണം? സുജൂദിലും റുക്കൂലൊക്കെ തുമഇനീനത്ത് വേണമെന്ന് പറയാറുണ്ട്. എന്താ? ഒരടക്കം, ഒതുക്കം, അഥവാ സമാധാനം ലഭ്യമാവും, അടക്കം ലഭിക്കും. ഖുലൂബും, ഹൃദയങ്ങൾക്ക്. ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട്. അല, അറിയുക, ബിദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഖൽബുകൾക്ക് സമാധാനം ലഭിക്കുക. 28-ാമത്തെ ആയത്ത്, 28. നമുക്ക് സത്യവിശ്വാസികളായ ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന, എങ്ങനെ സമാധാനം ലഭിക്കുക? ബി ദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട് സമാധാനം ലഭിക്കുന്ന. അപ്പോൾ സാധാരണ നമ്മൾ അർത്ഥം പറയാറുള്ളത് ഞാൻ പറഞ്ഞതുപോലെയാണ്. അള്ളാഹുവിൻ്റെ സ്മരിക്കുന്നതിലൂടെ എന്ത് ചെയ്യും? സമാധാനം കിട്ടുന്ന. അല, അറിയണം, ബി ദിക്രില്ലാഹി, അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ടാണ് തത്മഇന്നൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് എന്ത് ചെയ്യുക? സമാധാനം കിട്ടുക. അങ്ങനെയാണ് നമ്മൾ സാധാരണ അർത്ഥം പറഞ്ഞു വരാറുള്ളത്. അപ്പോൾ ദിക്റുള്ള എന്താണ്? ദിക്റുള്ള കൊണ്ടാണ് എന്ത് ചെയ്യുക? സമാധാനം ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ ദിക്റുള്ള? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. അതാണ് ദിക്റുള്ള. അല്ലാ, പടച്ചോനെ എന്ന് പറയല്ല, ആ ദിക്റല്ല യഥാർത്ഥത്തിൽ. സാധാരണ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് എന്ത് ചെയ്യുക? സമാധാനം ലഭിക്കുക എന്നതാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ വിശ്വാസികൾ സമാധാനം കണ്ടെത്തും. അതിനപ്പുറം അള്ളാഹുവിൻ്റെ ദിക്റിലൂടെ സമാധാനം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ എന്താണോ പറഞ്ഞത് അതിലൂടെ അവർക്ക് എന്ത് ചെയ്യും? സമാധാനം കണ്ടെത്താൻ സാധിക്കുന്ന. അപ്പോൾ നമുക്ക് ഖുർആനിൽ ഒരൊറ്റ ആയത്ത് മതിയല്ലോ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും സമാധാനം കണ്ടെത്താൻ, അല്ലേ? ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടത് നമുക്ക് എന്ത് ചെയ്യൂല, ലഭിക്കൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസ്വസ്ഥരാവും, അല്ലേ? അതെനിക്ക് കിട്ടണ്ടേ, ഇനി അല്ലെ, തോറ്റുപോയി, ഞാൻ തന്നെയാണ് ജയിക്കേണ്ടിയിരുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ആളേനി ജയിക്കേണ്ടിയിരുന്ന, ഞാൻ ഓൻ ജയിക്കുന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ, പക്ഷെ ഒരു ഇത് കിട്ടണില്ല. അതെന്തേ? നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് ലഭിക്കാതിരിക്കുമ്പോൾ അസ്വസ്ഥരായി തീരും. തിരിച്ചുമില്ലേ, നമ്മൾ ഇഷ്ടപ്പെടാത്തത് നമ്മളുടെ ജീവിതത്തിൽ വന്നാൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അസ്വസ്ഥരാകും. അവിടെ നമുക്ക് യുദ്ധസമയത്ത് ഇറങ്ങിയ ഒരു വചനം ഉണ്ടല്ലോ, എന്താണ് ആയത്ത്? അസാൻ തക്റഹു ഷൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും അസാൻ തുഹിബ്ബു ഷൈഅൻ ഫഹുവ ശർറുൽ ലക്കും. എന്താ? നിങ്ങൾ വെറുക്കുന്നത് ചിലപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തായി മാറിയേക്കാം? നല്ലതായി മാറിയേക്കാം. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചതോ ലഭിച്ചതോ ചിലപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഷർറായി മാറിയേക്കാം. ഈ ഒരൊറ്റ ദിക്ർ ഓർത്ത് നോക്ക്. ആ ദിക്ർ ഏതാണ്? ഖുർആന്റെ വചനാണ്. ആ ദിക്ർ മനസ്സിലുണ്ടായാൽ തന്നെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എന്ത് ചെയ്യൂല? ഖേദിക്കൂല.
ഇനി കിട്ടിയതിൻ്റെ പേരിൽ അമിതമായി ആഹ്ലാദിക്കുക, അതുമില്ല. കാരണം ഏതിലാണ് ആത്യന്തികമായി എനിക്ക് ഹൈറ്, ഏതിലാണ് ആത്യന്തികമായി ഷെറ് എന്ന് എനിക്കറിയില്ല. അതാരാ തീരുമാനിക്കേണ്ടത്? അള്ളാഹാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവിടെ അള്ളാഹിനെ കുറിച്ചുള്ള ബോധം കടന്നു വരും. അപ്പോൾ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെയാണ് സമാധാനം കണ്ടെത്തേണ്ടത്. അതല്ലാതെ ദിക്റുള്ള അള്ളാ എന്ന് പറയലല്ല. സമാനമായ ഒരു ആയത്ത് പറഞ്ഞേരി, സൂറത്ത് ഹദീദിലുണ്ട്, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. ആലോചിച്ച് നോക്ക്, എന്താ ആയത്തിന്റെ അർത്ഥം? അത് ഹിജ്റ 2-ാം വർഷത്തിൽ ഇറങ്ങിയ വചനാണ് എന്നാണ്. അപ്പൊ ഹിജ്റ 2-ാം വർഷം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് 13 വർഷത്തെ പീഡനങ്ങളൊക്കെ കഴിഞ്ഞ് വിശ്വാസികൾക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയ സമയമാണത്. ആ വിശ്വാസി സമൂഹം എന്ന് പറഞ്ഞാൽ അബൂബക്കറും ഫിൽ ജന്നുണ്ട്, ഉമറും ഫിൽ ജന്നുണ്ട്, അലിയും ഉസ്മാനും ഫിൽ ജന്നുണ്ട്, അലിയും ഫിൽ ജന്നുണ്ട്. ആ പറയപ്പെട്ട ആളുകളൊക്കെ ഉള്ള വിശ്വാസി സമൂഹത്തോടാണ് ഖുർആൻ ചോദിച്ചത്, അലം യഅ്നി ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ? അപ്പൊ സമയമായിട്ടില്ലേ നിങ്ങൾക്ക്? ആർക്ക്? അബൂബക്കറെ സമയമായിട്ടില്ലേ? ഉമറെ സമയമായിട്ടില്ലേ? ഉസ്മാനെ സമയമായിട്ടില്ല? അലിയെ സമയമായിട്ടില്ല? റളിയല്ലാഹു അൻഹു. ഇവരോടാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആ ചോദ്യം എത്ര ഗൗരവത്തിലെടുക്കണം എന്നതിനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. എന്തിന് സമയമായിട്ടില്ല? അന്തക്ഷാ കുലൂബും, അവരുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്തുക, അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യുക? കീഴ്പ്പെടുത്തുക. എന്തിന്? ലിദിക്രില്ല, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട്. അതെങ്ങനെ ലഭ്യമാവുക? വമാ നസല മിനൽ ഹഖ്, സത്യസന്ധമായി പടച്ചവൻ ഇറക്കിയതിലൂടെ അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങളെ പാകപ്പെടുത്തിയെടുക്കാൻ സമയമായിട്ടില്ലേ? അടുത്ത ആയത്തിന്റെ അടുത്ത ഭാഗം എന്താ? വലാ തകൂനു കല്ലദീന ഊത്തുൽ കിതാബ്, വേദം നൽകപ്പെട്ടവരെ പോലെ ആവാതിരിക്കാനും സമയമായിട്ടില്ലേ? ഇപ്പൊ 2 ചോദ്യമാണ്. അപ്പൊ പടച്ചവൻ സത്യസന്ധമായി ഇറക്കപ്പെട്ടതിലേക്കും അള്ളാഹുവിന്റെ സ്മരണയിലൂടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ സമയമായിട്ടില്ലേ? രണ്ടാമത്തെ ചോദ്യം, വേദം നൽകപ്പെട്ടവരെ പോലെ ആവാതിരിക്കാനും സമയമായിട്ടില്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? ത്വാല അലൈഹിമുൽ അമദ്, അല്ലേ? അവർക്ക് കാലം നീണ്ടുപോയി. അങ്ങനെ അക്സറുവും ഫാസിഖൂൻ, അവർ അധികവും എന്ത് ചെയ്തു? ഫഖസത്ത് ഖുലൂബും, അവരുടെ കൽബുകൾ എന്ത് ചെയ്തു? കടുത്തുപോയി, ഹൃദയങ്ങൾ കടുത്തുപോയി. അങ്ങനെ അവരിൽ ഭൂരിപക്ഷം എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ഫാസിഖീങ്ങളായി തീർന്നു, അധർമ്മകാരികളായി തീർന്നു അവർ. അപ്പൊ നോക്ക്, ആ ആയത്തും ഈ ആയത്തൊന്ന് തമ്മിൽ ബന്ധപ്പെടുത്തി വെക്കുക. പടച്ചവന്റെ സ്മരണയിലൂടെ പടച്ചവൻ സത്യസന്ധമായി ഇറക്കിയതിലേക്ക് കൽബുകളെ പാകപ്പെടുത്തിയെടുക്കാൻ സമയമായിട്ടില്ല എന്നാ ചോദ്യം. എന്താ? പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾക്കനുസരിച്ച് മനസ്സിനെ ക്രമപ്പെടുത്തിയെടുക്കാൻ സമയമായിട്ടില്ല എന്നാ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഖുർആനിന്റെ ആശയങ്ങൾക്കനുസരിച്ച്, അതിലെ കൽപ്പനകൾക്കനുസരിച്ച് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ടോ നമ്മൾ? അങ്ങനെ ഓരോ മേഖലകൾ എടുത്തു നോക്ക് നിങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള മേഖലകൾ എടുത്തു നോക്ക്. നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ സമയമായിട്ടില്ല. ഇപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യം തന്നെ എടുക്കുക. നമ്മൾ അടിസ്ഥാന ആവശ്യമാണല്ലോ ഭക്ഷണം. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രുചികരമായൊരു ഭക്ഷണം നമ്മളുടെ മുമ്പിൽ ലഭിച്ചാൽ വിശപ്പ് മാറാൻ കഴിക്കാം. അതിനപ്പുറത്തേക്ക് വയറ് നിറച്ച് കഴിക്കാതിരിക്കാൻ നമ്മൾക്ക് തോന്നുമോ? തോന്നൂലേ? തോന്നൂലല്ലേ? വിശപ്പ് മാറാൻ കഴിക്കാം. പക്ഷെ വിശപ്പ് മാറിയാലും അല്ലേ, വിശപ്പ് മാറിയിട്ടുണ്ട്, ഇനി ഒരു ഗ്ലാസ് വെള്ളത്തിനും കൂടിയുള്ള ഗ്യാപ്പേ ഉള്ളൂ. അവിടെ നിർത്താൻ കഴിയുക? നമുക്ക് നിർത്താൻ കഴിഞ്ഞാലാണ് ഖുർആന്റെ കൽപ്പന. എന്താ? കുലു അഷ്റബു വലാ തുസ്രിഫു, തിന്നോ കുടിച്ചോ, ഇസ്രാഫ് പാടില്ല. ഞാൻ മുമ്പ് പറഞ്ഞൊരു ആയത്തുണ്ട്, സൂറത്തു ത്വാഹയിലെ 81-ാമത്തെ ആയത്ത്. ആരെങ്കിലും എടുത്തു നോക്കിയണോ? എന്തേനി സൂറത്തു ത്വാഹയിലെ 81-ാമത്തെ ആയത്തിലുണ്ടായിരുന്നേ? അധികം തിന്നാലേ
തീറ്റയിൽ അതിര് കവിഞ്ഞാൽ അള്ളാന്റെ കോപം ഇറങ്ങും. അള്ളാന്റെ കോപം ഇറങ്ങിയവൻ ഫഖദ് ഹവ, ഓൻ തീർന്നത് തന്നെ, ഓൻ നശിച്ചത് തന്നെ എന്നാ അവൻ്റെ കഥ കഴിഞ്ഞു. അപ്പം നമ്മളെ വേറൊരു ഭാഷയിൽ പറഞ്ഞ എല്ലാം ഖദറാണല്ലോ, കണക്കാക്കിയാണ് അള്ളാഹ് അല്ലേ. ഖദ്ദറ ഫഹദാണ്. അപ്പൊ നമ്മളെ ഭക്ഷണവും എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട്. അപ്പൊ ആ കണക്കാക്കിയതിൻ്റെ അപ്പുറം നമ്മളെ ടൈമിൽ അതിലധികമായാൽ പിന്നെ അവിടെ പടച്ചോൻ നെയ്യും നിയന്ത്രണം വെക്കും, പിന്നെ ചോറ് തിന്നാൻ പറ്റൂല, ഒക്കെ വരും. പിന്നെ ഷുഗർ, കൊളസ്ട്രോള് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, അവിടെയൊക്കെ പലതും വരും. അപ്പൊ നോക്ക് നിങ്ങൾ, അവിടെ അള്ളാഹുവിൻ്റെ സ്മരണ അഥവാ പരിശുദ്ധ ഖുർആനിൻ്റെ ആ വചനങ്ങളിലൂടെ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിഞ്ഞോ? കൂടുതൽ കഴിക്കണ്ട. കാരണം കൂടുതൽ കഴിക്കരുത് എന്ന് ആര് പറഞ്ഞിട്ട്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കഴിക്കൂല. പാകപ്പെടുത്താൻ കഴിയൂലേ? ഇതിനിപ്പോൾ വേറെ ആരും പ്രചോദനം വേണ്ടല്ലോ. ഉമ്മ പറയണ്ട, വാപ്പ പറയണ്ട, നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? തീരുമാനം എടുക്കേണ്ടത്. കഴിയൂലേ? അതാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ സമയമായിട്ടില്ലേ? അപ്പൊ അങ്ങനെ പാകപ്പെടുത്തുമ്പോഴാണ് തത്മഇന്നുൽ ഖുലൂബ്. അതവിടെ പറഞ്ഞ അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടാണ് കൽബുകൾക്ക് സമാധാനം കിട്ടുക. അള്ളാഹ് കൽപ്പിച്ച കൽപ്പനകളുണ്ട്, ഖുർആനിൻ്റെ ഓരോ വചനങ്ങളുണ്ട്. ആ വചനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴേ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ സമാധാനം കിട്ടൂല, സ്വസ്ഥത കിട്ടൂല, എന്നും പ്രയാസമായിരിക്കും. അപ്പൊ ദൂർത്തടിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞു. ദൂർത്തടിച്ചാൽ സ്വസ്ഥത പോകും, സമാധാനം പോകും. കാരണം എന്തേ? ഒക്കെ ദൂർത്തടിച്ചൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്തത്? അത് വേണ്ടിയില്ല, ഇനി ഇരുന്നിട്ട് കാലിട്ടിയാൽ മതി ഇനി എന്നുള്ളത് വിചാരിച്ചത്. അപ്പോൾ ദൂർത്തടിക്കരുത്. ദൂർത്തടിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥത പോകും, സമാധാനം പോകും. എന്തുകൊണ്ട്? ഖുർആന്റെ കൽപ്പനയാണ് വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദൂർത്തടിക്കുന്നവൻ ശൈത്താന്റെ കൂട്ടുകാരനാണ്. അവിടെ ശയാത്തീൻ ബഹുവചനായിട്ടാണ് പറഞ്ഞത്. പിശാചുക്കളുടെ കൂട്ടുകാരനാണ് അവൻ എന്നാ പിശുക്ക് പാടുണ്ടോ? അവൻ പറ്റൂല. വലാത്ത ജാലി അതൊക്കെ മഅലൂലത്തെ നില ഒഴുനുക്കിക്കാണ്. നീ നിന്റെ കൈകളെ പിരടിയിലേക്ക് വെക്കരുത്. കൈ ഇങ്ങനെ പിരടിക്ക് വെക്കുക. എന്നാ മഅലൂലത്തെ നില ഒഴുനുക്കിക്ക. ഇങ്ങനെ വെച്ചാൽ എവിടുന്നാ കൊടുക്കുക? ഇങ്ങനെ വെച്ച് കഴിച്ചു, ഇതുകൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഈ പിശുക്കനാകരുത്. തിന്നൂല, തീറ്റിച്ചുള്ള പിശുക്കനും ആവരുത്. അവിടെയും സമാധാനം നഷ്ടപ്പെടും, സ്വസ്ഥത നഷ്ടപ്പെടും പിശുക്കനായാൽ. അപ്പൊ രണ്ടും പാടില്ല. വക്കാന ബൈന ദാലിക ഖവാമ അല്ലെ, സൂറത്ത് ഫുർഖാനിൽ വേറെ പറഞ്ഞു. രണ്ടിൻ്റെയും ഇടയിൽ എന്തുണ്ട്? ഒരു നിലപാടുണ്ട്. അതായിരിക്കും വിശ്വാസിയുടെ നിലപാട് എന്ന്. അപ്പൊ പിശുക്കൂല, ധൂർത്തൂല. അത് ഖുർആന്റെ കൽപ്പനയാണ്. ഈ ദിക്ർ നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ സ്വസ്ഥത നഷ്ടപ്പെടും. അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നേരത്തെ പറഞ്ഞ ആയത്തിൽ, ഹദീസിൽ പറഞ്ഞ ആയത്തിൽ നിങ്ങൾ വേദക്കാരെ പോലെ ആവാതിരിക്കാനും സമയമായിട്ടില്ല എന്ന് ചോദിച്ചു. അതെ, വേദക്കാർക്ക് പറ്റിയ കുഴപ്പം എന്താ? ഒരുപാട് കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിൽ ഖുർആൻ എടുത്തു പറഞ്ഞ കുഴപ്പങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 കുഴപ്പമുണ്ട്. ഒന്ന്, അവരുടെ വേദത്തെ അവർ അവഗണിച്ചു എന്നാ. എങ്ങനെ ഖുർആൻ അവർക്ക് ഉപമ പറഞ്ഞത്? സൂറത്ത് ജുമയില് മസലുല്ലദീന ഹുമിലു തൗറാത്ത് സുമ്മ ലം യഹ്മിലുഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. അല്ലേ? തൗറാത്തിന്റെ വാഹകർ അഥവാ തൗറാത്ത് അനുസരിച്ച് ജീവിക്കണമെന്ന് അള്ളാഹ് കൽപ്പിച്ച ടീം അവർ ആരെപ്പോലെയായി തീർന്നു? ഗ്രന്ഥം ചുമന്ന കഴുതകളെ പോലെയായി തീർന്നു. എന്താ ഗ്രന്ഥം ചുമന്ന കഴുതകൾ? കഴുതയുടെ പുറത്ത് നല്ല വിലപിടിപ്പുള്ള നല്ല തത്വങ്ങളും നിയമങ്ങളും സംവിധാനങ്ങളൊക്കെ ഉള്ള ഗ്രന്ഥം വെച്ച് കെട്ടിക്കൊടുത്താൽ കഴുത എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ അവിടെ കിടക്കും. ഈ ഗ്രന്ഥത്തിലുള്ള ആശയങ്ങളോ കാര്യങ്ങളോ കഴുതക്കറിയോ? അറിയില്ല. അതുപോലെയായിത്തീരുന്നു ആര്? തൗറാത്തിന്റെ ആൾക്കാർ. നമ്മളോ ഇങ്ങനൊരു വേദം ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ കുറിച്ച് എന്താ പറയാ? ഹുമ്മിൽ തൗറാത്തക്ക് പകരം അവിടെ എന്തായിരിക്കും പറയാ? ഹുമ്മിലുൽ ഖുർആൻ എന്ന് പറയും. വെറുതെ അല്ല, പരി പോയി തന്നെ ചോദിച്ചു നോക്ക്. നമ്മൾ ആവർത്തിച്ച കാര്യമാണ്. 17 തവണ നിർബന്ധമായും
പാരായണം ചെയ്യേണ്ട സൂറത്ത് ഫാത്തിഹയുടെ അർത്ഥം, അതിൻ്റെ ആശയം അറിഞ്ഞ് പാരായണം ചെയ്യാൻ പറ്റിയ എത്ര ആൾക്കാരുണ്ട് നമ്മളെ പരിയിൽ? നമ്മൾ ഹുമ്മിൽ തൗറാത്ത് ആയിടോ അല്ലേ? അപ്പൊ അങ്ങനെ ആവാതിരിക്കാനും സമയമായിട്ടില്ല എന്നാ. പിന്നെ അവരുടെ ഏറ്റവും വലിയ പോരായ്മ ഖുർആൻ എടുത്ത് പറഞ്ഞത് പടച്ചവൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്തില്ല? നന്ദി കാണിച്ചില്ല എന്നുള്ള. പടച്ചവൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്ത ടീമായിരുന്നു അവർ. ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. യാ ബനി ഇസ്രായീൽ ഉദ്കുറു നിഅമതി അല്ലത്തി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുക്കും അലൽ ആലമീൻ. ലോക ജനതയിൽ വെച്ച് ഏറ്റവും നിങ്ങളെ ഞാൻ ശ്രേഷ്ഠത നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം കേട്ടോ അല്ലേ? മഞ്ഞും സെൽവി നേരം പൊളുത്ത് നീച്ചാൽ നല്ല കട്ടിത്തേനും കാട പക്ഷിയായി ലഭിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പോലെ എന്താ പറഞ്ഞത്? ലൻ നസ്ബിറ അല താമിം വാഹിദ് അല്ലേ? ഒതുഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിത്തുൽ അർളു. മക്കിൽ വേണം, കിസാവ് വേണം, ഫൂമ് വേണം, അതസ് വേണം എന്നൊക്കെ പറഞ്ഞില്ലേ? ഉള്ളി, കക്കരി, പയർ, ഇതൊക്കെ ചീരക്ക വേണം ഞങ്ങൾക്ക്. എന്നും ഒരേ ഭക്ഷണം, അതുകൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ആലോചിച്ച് നോക്ക്, നന്ദികേട് കാണിച്ച ടീം, വേദത്തെ അവഗണിച്ച ടീം. അപ്പം അങ്ങനെ ആവാതിരിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ല. അപ്പം വേദത്തെ അവഗണിക്കുന്നവർ ജീവിതത്തിൽ എന്ത് ചെയ്യൂല? സമാധാനം ലഭിക്കൂല. അപ്പൊ അള്ളാഹുവിൻ്റെ ദിക്ർ അത് ഖുർആനാണ്. അള്ളാഹുവിൻ്റെ ദിക്ർ ഉണ്ടാവേണ്ടത് ഖുർആനിലൂടെയാണ്. അല്ലാതെ അള്ളാ പടച്ചോനെ എന്ന് പറയൽ മാത്രമല്ല. അപ്പൊ ആ അള്ളാ പടച്ചോനെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഓരോ സന്ദർഭങ്ങളിലും പടച്ചവൻ എന്നോട് കൽപ്പിച്ച കാര്യങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ആ ദിക്ർ ഞാൻ ഉൾക്കൊണ്ട് ജീവിച്ചാൽ അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഖൽബുകൾക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? സ്വസ്ഥത കിട്ടും, സമാധാനം കിട്ടുന്നു. അതാണ് വസ്തുത അതിൻ്റെ. പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താ? അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ അല്ലാ പടച്ചോനെ എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം കിട്ടുന്ന. അത് പറയാം, പക്ഷേ ആ അള്ളാ പടച്ചോനെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ അള്ളാഹുവിൻ്റെ കലാമ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് അള്ളാഹ് സർട്ടിഫൈ നൽകിയിട്ടുള്ള, ഉറപ്പ് നൽകിയിട്ടുള്ള ആ ഗ്രന്ഥം, ആ ദിക്റുകൾ നമ്മളുടെ അടുക്കലുണ്ട്. അത് വായിച്ച് അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോഴാണ് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുക. അതാ അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, അള്ളാഹുവിൻ്റെ ദിക്റിലൂടെയാണ്, അഥവാ പരിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നതിലൂടെയാണ് തത്മഇന്നുൽ ഖുലൂബ്, ഖൽബുകൾക്ക്, ഹൃദയങ്ങൾക്ക്, മനസ്സുകൾക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുക. ഇനി അവർ അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അതാണ് ആയത്ത്. അതിനാണല്ലോ അല്ലേ? അതെ, അല്ലദീന ആമനു, സത്യവിശ്വാസികളാണ് അവർ. വഅമിലു സ്വാലിഹാത്ത്, നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാണവർ. അപ്പോൾ സത്യവിശ്വാസിയാണോ? പിന്നെ നല്ല അമലുണ്ടായിരിക്കണം. അത് വിശ്വാസിയുടെ മുഖമുദ്രയാണ്. നല്ല അമലുകൾ എന്ന് പറഞ്ഞാൽ നോമ്പ്, നമസ്കാരം, സക്കാത്ത്, ഹജ്ജ്, അത് മാത്രമല്ല നല്ല അമല്. അതല്ലാത്ത ഒരുപാട് നല്ല അമലുകൾ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദാഹരണം അല്ലേ? രാത്രിയിൽ ഒരു ദിവസം സ്വന്തം ഇണയോട്, അമീറുൽ മുഅ്മിനീൻ്റെ ഭാര്യ, പ്രഥമ വനിതയാണ്, ആ നാട്ടിലെ പ്രഥമ വനിതയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, എനിക്ക് സ്വർഗം കിട്ടും, ഞാനൊരു പണി അറിഞ്ഞിരട്ടെ, എന്നോട് സഹകരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ആ പണി എന്തായിരുന്നു? ഡെലിവറിയുടെ സമയത്ത് ഒരു സ്ത്രീ എന്ത് ചെയ്യലാണ്? സഹായിക്കലാണ്. അപ്പോൾ ഡെലിവറി എടുക്കുക അല്ലേ? ഓൾ പ്രസവെടുക്കാൻ പോണ പെണ്ണാണെന്ന് പറയും അല്ലേ? അതെന്താണ്? മോശപ്പെട്ട പണിയാണ്. നമ്മളെ നാട്ടിൽ എന്താ പറയുക അതിനുപ്പുറത്ത്? ഇന്ന് DGO ചെയ്യുന്ന പണി അന്ന് എടുത്തിരുന്ന ആളെ നമ്മൾ ഒസാന്നൊക്കെ പറഞ്ഞു കണ്ട് എന്ത് ചെയ്യും? ഓൽക്ക് കെട്ടിച്ചു കൊടുക്കൂല, ഓല് സമൂഹത്തിലൊരു താഴ്ന്ന ടീമാണ് എന്ന നിലപാടായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ DGO ചെയ്യുന്ന പണി അന്ന് ഓല് എന്ത് ചെയ്തിരുന്നു? ഓലെടുത്തിരുന്നു. അന്ന് ഇത്ര ചില്ലറയും വേണ്ടിയില്ലായിരുന്നു. ആലോചിച്ച് നോക്ക്. അപ്പം എന്താ, ഡെലിവറിക്ക് ഒരു പെണ്ണിനെ സഹായിക്കാൻ പോരാൻ പറ്റും എനിക്ക്. അപ്പോൾ സ്വർഗം കിട്ടും. ഒരമലു സ്വാലിഹാത്ത് പഠിപ്പിച്ച് തരട്ടെ.
പാലിച്ചു. അപ്പം നോമ്പ്, നമസ്കാരം, സക്കാത്ത് അതൊക്കെ അമലു സ്വാലിഹാത്തുകളാണ്, ഒരുപാട് നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങളാണ്. അതിനപ്പുറം സമൂഹത്തിൽ ചെയ്യേണ്ട ഒരുപാട് നന്മകളുണ്ട്. അങ്ങനെ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നവരാണ് ആര്? യഥാർത്ഥത്തിൽ വിശ്വാസികൾ. അപ്പോഴേ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ. വിശ്വാസം കൽബിൽ കോരിയിടണം. മാ വക്കറ ഫിൽ കൽബ് പോരാ, സ്വദ്ദഖഹു ബിൽ അമൽ, അമൽ കൊണ്ട് അതെന്ത് ചെയ്യണം? സത്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. സ്വദ്ദഖഹു ബിൽ അമൽ. അല്ലേ? പണ്ട് കേട്ടിട്ടില്ലേ? പിന്നെ സെയ്ദ് മൗലവി വാദിനോയില്ലേ, അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു ആളുകൾ, കൊല്ലാൻ ശ്രമിച്ചു, പ്രയാസങ്ങളുണ്ടായി. അങ്ങനെ അന്നത്തെ ഇമ്പിച്ചി ബാബ സാഹിബ് ഉണ്ടായിരുന്നു, രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു, കുറച്ച് ആളുകളെ പേര് കണ്ട് പറഞ്ഞോണ്ടാ, അപ്പുറത്തുള്ള കുറച്ച് ആൾക്കാരെ പേര് കണ്ട് പറഞ്ഞോണ്ടാ, ഞാൻ ഓർക്കെതിരെ കേസ് എടുപ്പിച്ചോളാം, ഓലെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചോളാം. എന്തായിരുന്നു സെയ്ദ് മൗലവിൻ്റെ മറുപടി? എനിക്കങ്ങനെ പറയാൻ പറ്റൂല, ആരൊക്കെയാണ് എന്നെ ഉപദ്രവിച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഓരോ പേരൊന്നും അറിയില്ല, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? എന്നാ ആദ്യം മറ്റവൻ്റെ പേരെന്നെ എഴുതിക്കുന്ന അല്ലേ? ഓനെ കൊടുക്കണം എന്ന് നമ്മൾ വിചാരിക്കുക. അവിടെ നമുക്ക് സത്യസന്ധമായ നിലപാട് കൊടുത്തു നോക്ക് നിങ്ങൾ. അതൊരു അമലു സ്വാലിഹാത്താണ്. സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുക പറ്റുക, അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കളവ് പറയാൻ പറ്റൂല. ആ നിലപാട് സ്വീകരിക്കാൻ കഴിയണം. അങ്ങനെ ഓരോന്ന് എടുത്ത് നോക്ക് നിങ്ങൾ. ഇപ്പോൾ വഴിയിൽ നിന്ന് അല്ലേ, നമ്മൾ സ്കൂട്ടറോ ബൈക്കോ ആയിട്ടാണ് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു മടൽ വീണ് കിടക്കുന്നുണ്ട്, തെങ്ങുമട്ടലാണ്. നമ്മളപ്പുറത്തു കൂടാണ് പോയി, പക്ഷേ അവിടെ ഒരു അമലു സ്വാലിഹാത്ത് ഉണ്ടല്ലോ. എന്താ അത്? ആ വഴിയിൽ നിന്ന് ആ തടസ്സം എന്നാണ് ഒഴിവാക്കിയിടുക എന്നുള്ളത് അമലു സ്വാലിഹാത്തിൻ്റെ ഭാഗമാണ്. സാധ്യമാകാറുണ്ടോ? അപ്പോൾ അതെന്തുകൊണ്ട് എന്നെ പ്രേരിപ്പിച്ചു? അതെൻ്റെ ഈമാൻ എന്നോട് ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് കൂലിയിട്ടിട്ടാ, അപ്പോഴാണ് കൂലിയിട്ടാ. അതല്ല, അത് മട്ടലെടുത്തുകാണ്ട് എൻ്റെ തൊടുക്കാണ്ടിട്ടാൽ എനിക്ക് കത്തിക്കാന്ന് വിചാരിച്ചെടുത്തിട്ടാണെങ്കിൽ അത് വിഷയം വേറെ എനിക്ക്. മറിച്ച് അത് ആ വഴിയിൽ നിന്നൊന്നാണ്ട് ഒഴിവാക്കിയിട്ടു. അത് പുണ്യകർമ്മമാണ്, അമലു സ്വാലിഹാത്താണ്. ഇല്ലേ? മദ്രസക്ക് കയറി ഇടന്നിടത്ത് ഒരുപാട് പുല്ലും കാടൊക്കെ ഉണ്ട്. ആ പുല്ലും കാടൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കി ഒരു ദിവസം വന്നിട്ട് എന്താ, അതൊരു അമലു സ്വാലിഹാത്താണ്. മുറ്റടിച്ചേരി, ഇപ്പം മുമ്പ് പറഞ്ഞ ഗേറ്റിൻ്റെ മുമ്പിലും കൂടി ഒന്ന് എന്ത് ചെയ്തു? അടിച്ചേരി. റോഡ് സൈഡിനാണ് വീട്. നമ്മൾ സാധാരണ അടിച്ചേരിയിട്ട് മതിലിൻ്റെ അപ്പുറത്തേക്ക് റോട്ടുമൊക്കെ കണ്ടിടും അല്ലേ? പുല്ലൊക്കെ പറിച്ചുകാണ്ട് റോട്ടുമൊക്കെ കണ്ടിടും. എന്താ, അത് വണ്ടി പോയി കണ്ടാണ്ട് ചതഞ്ഞാണ്ട് ശരിയായിക്കോളും എന്നാ പറയുന്നത്. പക്ഷെ ആ റോഡും കൂടി അടിച്ചേറുമ്പോഴാണ് കൂലി. അമലു സ്വാലിഹാത്താണ്. ഈ അമലു സ്വാലിഹാത്ത് വേണമെന്ന അല്ലാത്ത വിശ്വാസികൾ, അത്തരത്തിലുള്ള വിശ്വാസികൾക്കേ രക്ഷയുള്ളൂ അല്ലേ? സൂറത്തുൽ അസ്ർ എന്താണ്? കാലം തന്നെയാണ് സത്യല്ലേ? മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. എന്തേ കാരണം പറഞ്ഞത്? ആ മനുഷ്യരിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞ ടീം ഏതാ? വിശ്വാസം ഉണ്ടാവണം, അമലു സ്വാലിഹാത്ത് ഉണ്ടാവണം. അപ്പോൾ ഈ വിശ്വാസവും അമലു സ്വാലിഹാത്തും ഉണ്ടാവുമ്പം അവിടെ വേറെ പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങൾ വരുമ്പോൾ ക്ഷമ കൈക്കൊള്ളണം, അതിന് പരസ്പരം ഉപദേശിക്കണം, സത്യവും എന്ത് ചെയ്യണം? പരസ്പരം ഉപദേശിക്കണം. അപ്പോൾ അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അവർക്ക് തൂബാലഹും, അവർക്ക് മംഗളം. തൂബ ആശംസ, മംഗളം. ലഹും ആർക്ക്? ഈമാനും അതിനനുസരിച്ച് അമലുകളും ചെയ്യുന്നവർക്കാണ് മംഗളം. വഹുസ്നു മആബ്, നല്ല മടക്ക സ്ഥലവും അവർക്കാണ്. ഹുസ്നു മആബ്, ഹുസ്ന് ഏറ്റവും നല്ലതായ, മആബ് എന്ന് പറഞ്ഞാൽ മടക്ക സ്ഥലം, അതും അവർക്കാണ്. ആർക്ക്? വിശ്വസിക്കുകയും അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കാണ്. അവർ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുന്നവരായിരിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അവർ അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് തൂബാ ലഹും വഹുസ്നു മആബ്. കദാലിക, അപ്രകാരം അർസൽനാക. അപ്പോൾ അപ്രകാരം എന്ന് പറഞ്ഞാൽ അപ്രകാരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി അർസൽനാക, താങ്കളെ നാം നിയോഗിച്ചയച്ചിട്ടുണ്ട്. ഫി ഉമ്മത്തിൻ, ഒരു സമൂഹത്തിലേക്ക്. ഫി ഉമ്മത്തിൻ കത് ഹലത്ത്, തീർച്ചയായും കഴിഞ്ഞു പോയിട്ടുണ്ട്. കത് തീർച്ചയായും ഹലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മിൻ ഖബ്ലിഹ, അതിൻ്റെ മുമ്പ്, ഈ സമൂഹങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമമുൻ,
സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മത്തിന്റെ ബഹുവചനാണെന്ത്? ഉമ്മമ്മ്. അപ്പൊ അപ്രകാരം കദാലിക, അപ്രകാരം. എപ്രകാരം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി താങ്കളെ നാം അയച്ചു ഒരു സമൂഹത്തിലേക്ക്. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ മുമ്പ് ഒരുപാട് തലമുറകൾ, സമൂഹങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ആ കഴിഞ്ഞു പോയ സമൂഹങ്ങളിലൊക്കെ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ താങ്കളെ അള്ളാഹ് നിയോഗിച്ച സമൂഹത്തിന് ഇത് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്നിട്ട് എന്ത് വേണം? ലിതത്ലുവ അലൈഹിം, ലിതത്ലുവ, താങ്കൾ വായിച്ചു കൊടുക്കണം എന്നാണ് സാധാരണ നമ്മൾ അർത്ഥം പറയാറുള്ളത്, അല്ലേ? തലായത്തുലു, വായിച്ചു കൊടുത്തു. അപ്പൊ കദാലിക ലിതത്ലുവ അലൈഹിം എന്ന് പറഞ്ഞു നോക്ക്. അപ്രകാരം നീ എന്ത് ചെയ്യണം? വായിച്ചു കേൾപ്പിക്കണം. അലൈഹിം, അവരുടെ മേൽ. എന്ത്? അല്ലദീ ഔഹൈനാ ഇലൈക, താങ്കൾക്ക് നാം വഹ്യ് നൽകിയതിനെ അപ്രകാരം താങ്കൾ വായിച്ചു കേൾപ്പിക്കണം. അപ്പൊ തലായത്തുലു എന്ന് പറഞ്ഞാൽ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. കേട്ടില്ല? ഓതി കൊടുക്കുക. ആ വായിക്കുക, ഓതുക, ഒക്കെ ഓതി കൊടുക്കുക, പിൻപറ്റുക, അല്ലേ? വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ. അവിടെ എന്താ തല എന്ന് പറഞ്ഞാല്? തുടർന്ന് വരിക, അല്ലേ? തുടർന്ന് വരിക. അപ്പൊ തലായത്തുലു എന്ന് പറഞ്ഞാൽ വെറും വായനല്ല, വായിച്ചതിനെ തുടർന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ ലിതത്ലുവ അലൈഹിം, അവരുടെ മേൽ വായിച്ചു പിന്തുടർന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. വെറുതെ വായിച്ചു കൊടുത്ത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. പിന്നെന്ത് ചെയ്യണം? വായിച്ചത് ജീവിതത്തിലൂടെ പിന്തുടർന്ന് അവർക്ക് എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം. അതാണ് താങ്കളുടെ ദൗത്യം. അതിനാണ് താങ്കളെ സമൂഹത്തിലേക്ക് അയച്ചത്. പ്രവാചകന്റെ ദൗത്യം എന്തായിരുന്നു? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. എന്താ ദൗത്യം? യത്ലു അലൈഹിം ആയാതിഹി. യത്ലു, അദ്ദേഹം വായിച്ചു പിന്തുടർന്ന് കാണിച്ചു കൊടുത്തു. അലൈഹിം, അവർക്ക്. ആയാതിഹി, അവന്റെ തെളിവുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകൾ, വചനങ്ങൾ പ്രവാചകൻ വെറുതെ വായിച്ചിങ്ങനെ പോവുകയല്ലേ ചെയ്തത്. വായിച്ചത് ജീവിതത്തിലൂടെ പിന്തുടർന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അങ്ങനെയാണ് വയുസക്കീഹിം, അവരെന്ത് ചെയ്തത്? സംസ്കാര സമ്പന്നരാക്കിയത്. വായിച്ചതില്ലെങ്കിലോ? വായിക്കുന്നത് ജീവിതത്തിലില്ലെങ്കിൽ ആ വായന കൊണ്ട് എന്താ ഉപകാരം? ഒരു ഉപകാരമില്ല. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത്. ഒരു 3 ആയത്തുകളെ ഒരു വിശ്വാസി ഭയപ്പെടണമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രബോധന മേഖലയിലുള്ള ആളുകൾ ഒരു 3 ആയത്തിനെ പേടിക്കണം. ഒന്ന് സൂറത്തു ബക്കറയിലുണ്ട് ഒരായത്ത്. എന്താ? അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസക്കും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. ആയത്തം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് കിട്ടണാണ്. അതഅ്മുറൂന അന്നാസ, നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുകയാണോ? ബിൽ ബിർരി, നന്മ കൊണ്ട് നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുകയാണോ? നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു. വതൻസൗന അൻഫുസക്കും, നിങ്ങളെ കാര്യങ്ങൾ മറക്കുകയും ചെയ്യുന്നു. ജനങ്ങളോട് പറയുന്ന നന്മ, പള്ളിപ്പിരിവ് എല്ലാവരും കൊടുക്കണം എന്ന് പറയും ഖതീബ് രണ്ടാമത്തെ ഹുതുബയിൽ. നാം മൂപ്പരൊരു 10 ഉറുപ്പ്യ എടുത്ത് കണ്ട് അതിലിടുക, അത് ഇടൂല. എല്ലാവരോടും കൊടുക്കണം എന്ന് പറയും. മൂപ്പരിന്ന് ഒരു 10 ഉറുപ്പ്യയിൽ ഇട്ടൂടെ, അത് മൂപ്പരിടൂല. ഞാൻ ഖതീബാണ്, ഞാൻ ഇടാൻ പാടില്ല എന്നാണ് മൂപ്പര് വിശ്വാസം. ജനങ്ങളോട് നന്മ കൽപ്പിക്കുക, ഞങ്ങളെ ജീവിതത്തിലെ ഇല്ലതാനും. പിന്നെ ബാക്കി വാന്തും തത്ലൂനൽ കിതാബ്. അർത്ഥം പറഞ്ഞോളി. വാന്തും തത്ലൂനൽ കിതാബ്. നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്തവരല്ലയോ എന്നാണ് നമ്മൾ അർത്ഥം പറഞ്ഞു പഠിച്ചിട്ടുള്ളത്. അതാണ് അർത്ഥം. അവിടെ അർത്ഥം അങ്ങനെയല്ല. വാന്തും തത്ലൂനൽ കിതാബ്, വേദം വായിച്ച് പിന്തുടർന്ന് കാണിച്ചു കൊടുക്കേണ്ടവരല്ലേ നിങ്ങൾ എന്നാണ്.
അതുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞാൽ മതിയോ? നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടേ? അത് തെമുറൂനന്നാസബിൽ ബിരി, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു. തൻസൗനൗസക്കും, നിങ്ങളുടെ കാര്യങ്ങളെ ജീവിതത്തിൽ അതില്ല, നിങ്ങളുടെ ജീവിതത്തിലേ ഇല്ല. എന്നിട്ട് ഖുർആന്റെ ചോദ്യം, വാന്തും തെത്തുലൂനൽ കിതാബ്, നിങ്ങൾ വേദം വായിച്ച് പിന്തുടർന്ന് കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാരല്ലേ നിങ്ങൾ. അപ്പൊ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക അത് പറ്റൂല. അതാണ് അതിൻ്റെ അർത്ഥം. വാന്തും തെത്തുലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കണ്ടേ. അപ്പൊ വേദം വായിച്ചാൽ പോരാ, എന്തു വേണം? ലിതതുലുവ അലൈഹിം, അവർക്ക് വായിച്ച് പിന്തുടർന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പൊ നമ്മളെ പണി എന്താ? നമ്മളെ പണി, മാപ്പിളാരെ പണി എന്താ? പരിശുദ്ധ ഖുർആൻ വായിച്ച് അത് പിന്തുടർന്ന് കാണിച്ചു കൊടുക്കണം. ആർക്ക്? വേറുള്ളവർക്ക്. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ ആരും ഇല്ലേനിയല്ലോ, ഉണ്ടായിനിയോ? ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അയാ ഫാഹിറൻ ബിൻ നസബി കൈഫ തഫാഖുറു. അല്ലെ, നാലാമത്തെ വല്യാപ്പാന്റെ പേരറിയോ? ആർക്കറിയാം? മൂന്നാമത്തെ വല്യാപ്പാന്റെ പേരെന്നെ അറിയില്ല എനിക്ക്. ഞാൻ കുറച്ചും കൂടി ചോദിച്ചത് നാലാമത്തെ വല്യാപ്പാന്റെ, മൂന്നാമത്തെ വല്യാപ്പാന്റെ പേര് ആർക്കറിയാം? ആർക്ക്? കുഞ്ഞിക്കോയ നാലാമത്തെ. അതിന്റെ അപ്പുറത്തെ വല്യാപ്പ ഇങ്ങോട്ട് വന്നില്ലേ? ഉമർ ഖാദി പറഞ്ഞു, ഈ തറവാടിന്റെ പേരിൽ മഹിമ പറയുന്ന ആളോട് പറഞ്ഞു, അയാ ഫാഹിറൻ ബിൻ നസബി കൈഫ തഫാഖുറു വസിലേക്കും മൂക്കും നായരും വ പാണരും വ തീയരു. ഈ കുടുംബ മഹിമ പറഞ്ഞ് പെരുമ നടിക്കുന്നവനെ, എന്താണോ പെരുമ നടിക്കാൻ എനിക്കുള്ളത്? എൻ്റെ അസുലൊന്ന് നോക്കിയാൽ നായരും പാണരും തീയരും അല്ലായിരുന്നു അന്ന്. ഞങ്ങളെ പള്ളിൻ്റെ പേരെന്നെ പാണർത്തൊടുവിലെ പള്ളി എന്നാണ്. പാണർത്തൊടുവിലെ പള്ളി. അപ്പൊ പാണന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണത്, പാണർത്തൊടു. ഇല്ലക്കണ്ടി എന്നാണ് വീട് കിണറ് സ്ഥലത്തിൻ്റെ പേര്. എന്താ ഇല്ലക്കണ്ടി എന്ന് പറഞ്ഞാൽ? അവിടെ വലിയ ഇല്ലുണ്ടായിനി, ആ സ്ഥലമാണ്. അപ്പോൾ അത് കളച്ചു നോക്കുമ്പം ഭയങ്കര കല്ലുകൾ, ഇന്നത്തെ മെഷീൻ കല്ല് ഒരു 10 കല്ലൊക്കെ കൂടിയാലുള്ള കല്ലുകളെ കൊണ്ട് അടിയിലേക്ക് തറട്ടിട്ടുള്ള വലിയ റൂമുകളൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ ഒരു കുറച്ച് വളന്മാരായതുകൊണ്ട് JCB ഇടുന്ന ആ കല്ലൊക്കെ എടുത്ത് കണ്ടുപോലെ എന്ത് ചെയ്തു, വേറെ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി പടുത്തു. ഇല്ലക്കണ്ടി അല്ലേ, കോലോത്തും തൊടി, എന്നൊക്കെയാണ്. ഇതെവിടെ ഇനി? അപ്പോൾ നമ്മൾ അസിലെവിടെയിന്? അപ്പോൾ അറിയില്ല. അപ്പം എന്തിനാ മഹിമ അടിക്കുന്നത്? അപ്പം മഹിമ നമ്മളെ ഇവരിങ്ങനെ വന്നത്. പിന്നെ എങ്ങനെ ഈ ടീം എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്നത് ഇവിടേക്ക് വന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പരിശുദ്ധ ഖുർആൻ വായിച്ച് അതനുസരിച്ച് ജീവിതത്തിൽ പിന്തുടർന്ന് കാണിച്ചു കൊടുത്തു. അപ്പം അവര് ഇസ്ലാമിലേക്ക് വന്നു. ഇല്ലേ, ജൂതൻ വീടിന് വില പറഞ്ഞപ്പം മാർക്കറ്റ് വിലയേക്കാൾ കൂട്ടി പറഞ്ഞു. അപ്പോൾ എടുക്കാൻ വന്ന കച്ചവടക്കാരൻ ചോദിച്ചു, ഇവിടെ ഇത്ര മാർക്കറ്റില്ലല്ലോ, എന്താ ഇത്ര കൂട്ടി പറഞ്ഞത്? അതോ ഞാൻ നിങ്ങൾക്ക് തരുന്ന അയൽവാസി മുസ്ലിമാണ്, അതിൻ്റെയും കൂടിയും വില ഞാൻ ചോദിച്ചിട്ടുണ്ട്. മുസ്ലിമായ അയൽവാസിയാണ്. ഇന്ന് അയൽവാസി മുസ്ലിമാണെങ്കിൽ പറമ്പിൻ്റെ